ഹായ് ദിസ് ഇസ് ഷാരോൺ. ഞാനിന്ന് നിങ്ങളെ ആർട്ടിക്കിൾസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയെന്ന് വെച്ചാൽ എ ആൻഡ് ദി ആണ്. ഏതൊക്കെയാണ്? എ ആൻഡ് ദി ആണ് ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിനെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്നും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്നും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. എയും ആനും എന്ന് പറയുന്നത് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആണ്. ഏതൊക്കെയാണ്? എയും ആനും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുന്നു ഗീവ് മീ ആൻ ആപ്പിൾ എന്ന് പറയുന്നു. അതിനർത്ഥം എന്താണ്? എനിക്ക് ഒരു ആപ്പിൾ തരൂ, ഒരാപ്പിൾ തരൂ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആപ്പിളാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പ്രത്യേക ആപ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല. സ്പെസിഫൈ ചെയ്ത് ഒരു ഡിഫൈൻ ചെയ്ത് ഒരെണ്ണം ഒരു സ്പെഷ്യലായിട്ട് പറയുന്നില്ല. ഗീവ് മീ ആൻ ആപ്പിൾ എന്ന് പറയുമ്പം ഒരു ആപ്പിൾ തരൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഡെഫിനറ്റ് ആയിട്ടൊന്നും ഒരു ഡിഫൈൻ ചെയ്യുന്നില്ല ഒരു സംഭവത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൻ എ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസിന് ഉദാഹരണമാണ്. ദി എന്ന് പറയുന്നത് ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയുന്നു ഗീവ് മീ ദി ആപ്പിൾ. ഇപ്പം നിങ്ങളുടെ കയ്യിലെങ്ങാനും ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നു ഗീവ് മീ ദി ആപ്പിൾ. അപ്പോൾ ആ പെർട്ടിക്കുലർ നിങ്ങളുടെ കയ്യിലുള്ള ആ ആപ്പിളാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ വേറൊരു ആപ്പിളല്ല. അപ്പോൾ ഒരു സ്പെസിഫൈ ചെയ്ത് ഒരു ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ പറയുകയാണ്. ആ ഒരു ആപ്പിളാണ് എനിക്ക് വേണ്ടത്. ഗീവ് മീ ദി ആപ്പിൾ. അപ്പോൾ ആ ഒരു ആപ്പിളിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ദി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിളാണ്. ഇനി നമുക്ക് എയും ആനും എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട് ആൻ എന്ന് പറയുന്നത് വവൽ ലെറ്റേഴ്സിന് മുമ്പെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വവൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു. അപ്പോൾ എ ഇ ഐ ഒ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പാണ് ആൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എ ആണെങ്കിലോ കൺസണൻസിന് മുമ്പേ. കൺസണൻസ് എന്താണ്? ദ ലെറ്റേഴ്സ് അതർ ദാൻ എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു അല്ലാത്ത മറ്റ് ലെറ്റേഴ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു വിധത്തിൽ ശരിയാണ്, എന്നാൽ എക്സെപ്ഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്ന ബേസായിട്ട് പഠിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിന് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം എന്താണ്? ഏതൊരു റൂള് പോലെ ഗ്രാമാറ്റിക്കൽ റൂളിനും ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം. സൈലൻറ്റ് ഹെച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പേ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുറച്ച് മുമ്പേ പറഞ്ഞത് വവൽ ലെറ്റേഴ്സിന് മുമ്പേ ആണ് നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞതെന്ന്. അവിടെയാണ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. എക്സെപ്ഷൻ എന്താണ് ഇവിടെ? ഇപ്പം ആൻ ഓണറബിൾ മാൻ, ആൻ ആർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ്? എച്ച് സൈലൻ്റ് ആണ്. നോക്ക്, നിങ്ങൾ ഹോണറബിൾ മാൻ എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ ഹവർ എന്നാണോ പറയുന്നത്? അല്ലല്ലേ, ഓണറബിൾ മാൻ, ആർ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പം എന്താണ്? ആൻ ഓണറബിൾ മാൻ, ആൻ ആർ. പിന്നെ യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ മുതലായ വാക്കുകൾക്ക് മുമ്പേ എ ആണ് യൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ തുടങ്ങിയ വാക്കുകൾക്ക് മുമ്പേ എ ആണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാ അബ്രീവേഷന് മുമ്പേയും നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആൻ എം എൽ എ, ആൻ എൽ ഐ സി ഏജൻറ്റ്. അല്ലാതെ നമ്മൾ എ എം എൽ എന്നോ എ എൽ ഐ സി ഏജൻറ്റോ എന്നോ ഒന്നും പറയാൻ പാടില്ല, അത് തെറ്റാണ്. ഇനി എം എൽ എയുടെ ഫുൾ ഫോം എന്താണ്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പം എം എൽ എ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആൻ എം എൽ എ. അപ്പം അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുകയാണെങ്കിൽ ഹീ ഈസ് എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഫുൾ ഫോം പറയുമ്പം നമ്മൾ എ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹീ ഈസ് എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതേസമയം നമ്മൾ അതിൻ്റെ അബ്രീവേഷൻ ആയിട്ടുള്ള എം എൽ എ എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ഹീ ഈസ് ആൻ എം എൽ എ, ഹീ ഈസ് ആൻ എം എൽ എ. ഇനി ദി എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ദി ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ തിങ്സ് ഓഫ് ഫാക്ട്സ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ തിങ്ങിനെയോ ഒരു ഫാക്റ്റിനെയോ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ദി യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഗീവ് മീ ദി ഓറഞ്ച്. അപ്പോൾ ആ ഒരു ഓറഞ്ചിനെ അല്ലെങ്കിൽ ഗീവ് മീ ദി ആപ്പിൾ, ആ ഒരു പെർട്ടിക്കുലർ ആപ്പിളിനെയാണ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫൈ ചെയ്യാനാണ് ദി എന്ന ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ ബോഡീസ് ആയിട്ടുള്ള ഓഷൻസ്, ലേക്സ്, മൗണ്ടെയ്ൻസ് എന്നിവയുടെ പേരിന് മുമ്പേ ദി യൂസ് ചെയ്യും. അപ്പോൾ ഏതിനൊക്കെ മുമ്പേ? നാച്ചുറൽ ബോഡീസ് ആയിട്ടുള്ള ഓഷൻസ്,
ലേക്സ്, മൗണ്ടെയ്ൻസ് തുടങ്ങിയവയുടെ പേരിന് മുമ്പേ ദി യൂസ് ചെയ്യും. പിന്നെ യൂണിവേഴ്സൽ ബോഡീസിൻ്റെ പേരിന് മുമ്പേയും നമ്മൾ ദി യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദി സൺ, ദി മൂൺ മുതലായവ യൂണിവേഴ്സൽ ബോഡീസാണ്. അപ്പോൾ അതിന് മുമ്പേ ദ യൂസ് ചെയ്യണം. ന്യൂസ് പേപ്പേഴ്സിൻ്റെയും ഹോളി ബുക്സിൻ്റെയും എപ്പിക്കിൻ്റെയൊക്കെ പേരിന് മുമ്പേ നമ്മൾ ദി യൂസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ മുമ്പേ ന്യൂസ് പേപ്പർ, ഹോളി ബുക്സ്, എപ്പിക് എന്നിവയുടെ പേരിന് മുമ്പേ ദി യൂസ് ചെയ്യും. ഇപ്പം ന്യൂസ് പേപ്പർ ആണെങ്കിൽ ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊക്കെയാണ് പറയുന്നത്. ഹോളി ബുക്സിൻ്റെ പേരിന് മുമ്പേയും ദി യൂസ് ചെയ്യണം കേട്ടോ. ഫോർ എക്സാമ്പിൾ ദി ഭഗവത് ഗീത, ദ ഖുറാൻ, ദി ബൈബിൾ. സൂപ്പർലേറ്റീവ് വേർഡ്സിന് മുമ്പേ ദി യൂസ് ചെയ്യണം. എന്താണ് സൂപ്പർലേറ്റീവ് വേർഡ്സ് എന്ന് നോക്കിയാലോ? ടോൾ, ടോളർ, ടോളസ്റ്റ് എന്ന് പറയത്തില്ലേ? ടോൾ, ടോളർ, ടോളസ്റ്റ്. അപ്പോൾ ഈ മൂന്നാമതൊന്ന് ടോളസ്റ്റ് അല്ലേ? ഈ ടോളസ്റ്റ് എന്ന് പറയുന്നതാണ് സൂപ്പർലേറ്റീവ് വേർഡ്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ട? ദി ടോളസ്റ്റ്. ഡയറക്ഷൻസിന് മുമ്പേയും ദി യൂസ് ചെയ്യണം. അപ്പോൾ ഏതൊരു ഡയറക്ഷൻ പറയുന്നതിന് മുമ്പേ നമ്മൾ ദി എന്ന ആർട്ടിക്കിൾ അതിന് മുമ്പേ യൂസ് ചെയ്യണം. ഓർഡിനൽ നമ്പേഴ്സിന് മുമ്പേ ദി യൂസ് ചെയ്യണം. എന്താണ് ഓർഡിനൽ നമ്പേഴ്സ് എന്നല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയത്തില്ലേ? ഇത് തന്നെയാണ് ഓർഡിനൽ നമ്പേഴ്സ്. അപ്പോൾ ദി ഫസ്റ്റ്, ദി സെക്കൻഡ്, ദി തേർഡ് എന്നൊക്കെയാണ് പറയേണ്ടത്. ഏതെങ്കിലും ഒരു യുണീക്ക് പൊസിഷനിൽ ഇരിക്കുന്നവരുടെ സ്ഥാനപ്പേരുണ്ടല്ലോ, ആ ഒരു പൊസിഷൻ്റെ പേരിന് മുമ്പേ നമ്മൾ ദി എന്ന് യൂസ് ചെയ്യണം. നിങ്ങളുടെ സ്കൂളിൽ ഒറ്റ പ്രിൻസിപ്പൾ അല്ലേ ഉള്ളൂ, അപ്പം ദ പ്രിൻസിപ്പൾ എന്ന് പറയണം. അതാണ് തന്നെ ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരേ ഒരു പ്രസിഡൻ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ ദി പ്രസിഡൻറ്റ് എന്ന് പറയണം. ഇനി നമുക്ക് ആർട്ടിക്കിൾസ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. ഒരിക്കലും യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ ഒപ്പം ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് പ്രപഞ്ച സത്യത്തിനോടൊപ്പം ഒരിക്കലും ഒരാർട്ടിക്കിളും യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അത് കണക്ക് മിൽക്ക് ഈസ് വൈറ്റ്. അല്ലാതെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയത്തില്ല, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ ഇന്ന് ഈസ്റ്റിൽ ഉദിച്ചിട്ട് നാളെ വിചാരിക്കുമോ നാളെ എന്നാൽ വെസ്റ്റിൽ ഉദിക്കാമെന്ന്? ഒരിക്കലുമില്ല. സൺ എപ്പോഴും ഈസ്റ്റിൽ തന്നെ ഉദിക്കൂ. അത് കണക്ക് തന്നെ പാല് വെളുത്ത് തന്നെ ഇരിക്കും, അൺലസ് യു ആഡ് സംതിങ് ഇൻ ടു ഇറ്റ്. ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ മിൽക്ക് എപ്പോഴും വൈറ്റായിട്ട് തന്നെ ഇരിക്കൂലേ? അപ്പോൾ അതൊരു പ്രപഞ്ച സത്യമാണ്. അപ്പോൾ ഇത് രണ്ടും പ്രപഞ്ച സത്യമാണ്. അപ്പം ഈ ഏതൊക്കെ പ്രപഞ്ച സത്യങ്ങൾ നിങ്ങൾ പറയുന്നു അതിൻ്റെ മുൻപേ ഒരിക്കലും ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യാൻ പാടില്ല. അതേ കണക്ക് തന്നെ ഒരാളുടെ പേരിനൊപ്പോ ലാംഗ്വേജിനൊപ്പോ ദി യൂസ് ചെയ്യത്തില്ല. ദ ഇംഗ്ലീഷ് എന്ന് പറയുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ രാജ്യങ്ങളുടെ പേരിന് മുമ്പ് ഒരിക്കലും ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇവിടെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. USA, UK, UAE മുതലായ രാജ്യങ്ങൾക്ക് മുമ്പേ ദി യൂസ് ചെയ്യണം. ദി USA, ദ UK, ദ UAE. എന്തുകൊണ്ടെന്ന് വെച്ചാൽ USA ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അത് കണക്ക് UKയുടേതോ യുണൈറ്റഡ് കിങ്ഡം, UAEയുടേതോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ മാപ്പ് കാണിച്ചിരിക്കുന്നത് UKയുടേതാണ്. അത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ചില പോർഷൻസൊക്കെ അങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കണക്ക്, ഒറ്റ ഇതായിട്ട് കാണുന്നില്ല. ചില പോർഷൻസ് സെപ്പറേറ്റ്. അപ്പോൾ ദൂരെ നോക്കുന്ന ഒരാൾക്ക് ഒറ്റ കൺട്രി കണക്ക് തോന്നുന്നില്ല. ചില സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, ചില പോർഷൻസ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട്. അപ്പോൾ ഈവൻ ദോ അങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കുറച്ച് പോർഷൻസ് കിടക്കുന്നുണ്ടെങ്കിലും ദേ ആർ യുണൈറ്റഡ് ബൈ ദി ലോ ഓഫ് ദി കൺട്രി. അപ്പോൾ അവർ ഒറ്റ ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്തരം കൺട്രീസിൻ്റെ മുമ്പേ ദി യൂസ് ചെയ്യണം. പിന്നെ മീൽസിന് മുമ്പെയോ ഗെയിംസിന് മുമ്പെയോ മെറ്റൽസിന് മുമ്പെയോ ഒരിക്കലും ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യത്തില്ല. ഇപ്പം ദ ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ദ ലഞ്ച് എന്നോ ദ ഡിന്നർ എന്നോ പറയുമോ? ഒരിക്കലും ഇല്ല. അതേ കണക്ക് തന്നെ ഐ ലവ് ദ ക്രിക്കറ്റ് എന്ന് പറയുമോ? ഇല്ല, ഐ ലവ് ക്രിക്കറ്റ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.